നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പരമ്പരാഗത കാനനപാതയിലൂടെ പമ്പയിലേക്കാണ്. ഇപ്പോൾ ഉള്ളത് കാളകെട്ടിയിലാണ്. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയിലെ പ്രധാന ഇടത്താവളമാണ് കാളകെട്ടി. കാളകെട്ടിയിൽ നിന്നും 20 കിലോമീറ്ററാണ് പമ്പയിലേക്കുള്ള ദൂരം. എരുമേലിയിൽ മഹിഷി നിഗ്രഹത്തിന് ശേഷം ശബരിമലയിലേക്ക് പുറപ്പെട്ട അയ്യപ്പ ഭഗവാനെയും കാത്ത് പരമശിവനും പാർവതിയും ഒരു ആഞ്ഞിലി മരത്തിന് താഴെ കാത്തു നിന്നു എന്നാണ് ഐതിഹ്യം. നിലവിൽ കാളകെട്ടി ക്ഷേത്രത്തിന് സമീപമാണ് ഈ മരമുള്ളത്. പരമശിവന്റെ വാഹനമായ നന്ദിയെ ഈ മരത്തിലാണ് കെട്ടി എന്ന് വിശ്വസിക്കുന്നു. കാലപ്പഴക്കത്താൽ ആ മരം നശിച്ചു പോയതിനാൽ ആ മരത്തിലെ ചൈതന്യത്തിനെ മറ്റൊരു മരത്തിലേക്ക് മാറ്റി. നമ്മൾ ഈ കാണുന്നതാണ് ആ മരം. ഇവിടെ വിശ്രമത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് അഴുതയിലേക്ക്. അഴുതാ നദിയിൽ കുളിച്ച് കല്ലെടുത്ത് പോകുക എന്നതാണ് ആചാരം. അവിടെ നിന്നും 2 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ്. അതാണ് കല്ലിടാംകുന്ന് കയറ്റം. കല്ലിടാംകുന്നിൻ്റെ ടോപ്പിലാണ് അഴുതയിൽ നിന്നും നമ്മൾ എടുത്ത കല്ല് നിക്ഷേപിക്കുന്നത്. അതാണ് ആചാരം. ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇതിലെ ആദ്യമായി നടന്നു പോകുമ്പോൾ അഴുതാ നദി ക്രോസ് ചെയ്യാനുള്ള ആ ചെറിയ ബ്രിഡ്ജ് പോലൊക്കെ ഉള്ളതൊന്നും ഇല്ലായിരുന്നു. അഴുതയിലൂടെ നടന്നാണ് ക്രോസ് ചെയ്ത് ഈ മല കയറുന്നത്. ഇതിലൂടെ പോകുമ്പോൾ ഏറ്റവും കുത്തനെയുള്ളൊരു കയറ്റമാണ് ഈ കല്ലിടാംകുന്ന് കയറ്റം. ഈ ഒരു കയറ്റം കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അണയ്ക്കും. പിന്നെ അങ്ങോട്ട് വലിയ കയറ്റങ്ങളില്ലാതെ നിരപ്പായ പാതയാണ്. പക്ഷെങ്കിൽ ഹൈറ്റ് കൂടുതലാണ്. കല്ലിടാംകുന്ന് കയറ്റം കയറുമ്പോൾ ആദ്യം കാണുന്ന കടയാണിത്. ഈ കടയിലേക്കുള്ള ശുദ്ധജലം എടുക്കുന്നത് ഈ മലയുടെ ചരിവിൽ ഒരു ചെറിയ അരുവിയുണ്ട്. ആ അരുവിൽ നിന്നും ഓസ് ഇട്ടിട്ടാണ് ഇവിടേക്ക് വെള്ളം വരുന്നത്. ആ കറുത്ത ആ ചെറിയ ഓസിലൂടെയാണ് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നത് ഈ കടയിലേക്ക്. കൊട്ടി കൊട്ടി പൂക്കില കയ്യിൽ തുള്ളി തുള്ളി ചാടാനുള്ളൊരുങ്ങി തുള്ളി തുള്ളി പാടാനുള്ള. കല്ലിടാംകുന്ന് ഈ കയറ്റം കയറുന്ന സമയത്ത് വണ്ടി ദൂരക്കുള്ള ചെറിയ ചെറിയ കടകളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ കിട്ടിനകത്ത് തന്നെ കയ്യിൽ ഏത്തപ്പഴം ഉണ്ടാവും, പിന്നെ അവല് വെള്ളയിച്ചും ഉണ്ടാവും, ഗ്ലൂക്കോസ് പൊടി ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കരുതിക്കൊണ്ടായിരിക്കും വരുന്നത്. നമ്മൾ ഈ കല്ലിടാംകുന്ന് കയറ്റം കഴിയുമ്പോഴത്തന്നെ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു 75% തീരും. ഏത്തപ്പഴവും തീരും, പിന്നെ അവല് വെള്ളയിച്ചതും തീരും, ഗ്ലൂക്കോസ് പൊടിയും തീരും, കയ്യിലുള്ള വെള്ളവും തീരുമായിരുന്നു. അതുപോലൊക്കെ ഭയങ്കര കയറ്റമാണ്. മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഫുഡും തീരുമായിരുന്നു പണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത്. ഇപ്പം പിന്നെ ഓരോ 200 മീറ്റർ കൂടുമ്പോഴും ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഈ പറഞ്ഞത് ഈ കാണുന്നത് ഇലക്ട്രിക്കൽ ഫെൻസാണ്. ഇത് ഷോപ്പ് ഉള്ളിടത്ത് എല്ലായിടത്തും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫെൻസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇലക്ട്രിസിറ്റി എടുക്കുന്നത് പിന്നെ സോളാർ പാനലിൽ നിന്നുമാണ്. അപ്പോൾ ഈ കടയിലെ ആൾക്കാരെല്ലാം ഇവിടെ തന്നെയാണ് രാത്രി സ്റ്റേ ചെയ്യുന്നത്. അതിനാലാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ പലയിടത്തും ആനപ്പിണ്ടം ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ ആനകളുടെ സഞ്ചാരമുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഇപ്പം നമ്മൾ കല്ലിടാംകുന്ന് ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മൾ അഴുതിൽ നിന്നും എടുത്ത കല്ലുകൾ നിക്ഷേപിക്കുന്ന സ്ഥലം. ഇതൊരു ചെറിയ കുന്ന് പോലെ ആയിരിക്കുകയാണ്. ഇതെല്ലാം അഴുതിൽ നിന്നും എടുത്തിരിക്കുന്ന കല്ലുകളാണ്. ഇതിൻ്റെ ഐതിഹ്യം മഹിഷിയെ നിഗ്രഹിച്ച് ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിച്ച് അത് കല്ലിട്ട് മൂടി എന്നാണ്. അപ്പോൾ അതിന് ആ ഒരു ഓർമ്മയിലാണ് ഇവിടെ അഴുതിൽ നിന്നുമുള്ള മലമേലെ എന്നയ്യന്റെ സന്നിധാനം. കല്ലിടാംകുന്ന് ഇടത്താവളം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാനനപാതയിലെ ഏറ്റവും ദുർഗുണം പിടിച്ച കുത്തനെയുള്ള കയറ്റമാണ്. ആ കയറ്റം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം കരിമല കയറ്റമാണ്. പക്ഷേ അത് നല്ല തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക് കൊഞ്ചി തഞ്ചി കൊഞ്ചി നെഞ്ചുടുക്ക്. ശരണം ശരണം എന്റെ സ്വാമി, ശരണം ശരണം എന്റെ സ്വാമി. തങ്കടതക്കം തട്ടി തട്ടി തക്കടതക്കം തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക്. കല്ലിടാംകുന്ന് കഴിഞ്ഞാൽ അടുത്ത താവളം ഇഞ്ചിപ്പാറക്കോട്ടയാണ്. ഇഞ്ചിപ്പാറക്കോട്ടയിലെ ദേവൻ വാക്രപാദൻ എന്ന നാമത്തിൽ അയ്യപ്പൻ ഇവിടെ വിരാജിക്കുന്നു. വാക്രം എന്നാൽ കടുവ. ഇപ്പോൾ നമ്മളുള്ളത് 485 മീറ്റർ എബോവ് സീ ലെവലിലാണ്. ഇവിടെ ഈ നീല ഷീറ്റ് ഇട്ടിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഈ കടയിലേക്കും അമ്പലത്തിലേക്കുമുള്ള ശുദ്ധജലം കിട്ടുന്നത്. ഈ ഇത്രയും ഹൈറ്റിലുള്ള ഇവിടെ ശുദ്ധജലം ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അടുത്ത നമ്മുടെ ഇടത്താവളം വരുന്നത് മുക്കുഴിയാണ്. മുക്കുഴിയിലെ വിശേഷങ്ങളുമായി നമുക്ക് പാർട്ട് 2 കാണാം. അങ്ങകലെ മലമേലെ എൻ്റെ സന്നിധാനം.